കങ്കണ 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 വാട്ട് ടു ഡു കങ്കണ കങ്കണ ഇങ്ങനെ വിവാദങ്ങളിൽ നിൽക്കുകയാണല്ലോ. കങ്കണ നമുക്ക് നേരത്തെ അറിയാമല്ലോ. കങ്കണ ഇങ്ങനെ മാറിയും തിരിഞ്ഞും ഒരു നിലപാട് മാത്രമായി നിൽക്കുകയും BJP പാർട്ടിക്ക് വേണ്ടി കൃത്യമായി സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് കങ്കണ റണാവത്ത്. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ കങ്കണ തിരിഞ്ഞിരിക്കുന്നത് CJPക്കെതിരെയാണ്. സ്വാഭാവികം, കാരണം നമ്മളിത് പ്രതീക്ഷിച്ചിരുന്നതാണല്ലോ. കങ്കണ റണാവത്തിൻ്റെ ഒരു മറുപടി വരുന്നുണ്ടെങ്കിൽ അത് CJPക്കെതിരായിട്ടായിരിക്കും. പക്ഷേ കങ്കണ ഉപയോഗിച്ച ഭാഷ ജനറേഷൻ ഗട്ടർ എന്നാണ്. അത് ഇച്ചിരി കൂടുതലായി പോയി. കങ്കണയുടെ ആ വിമർശനങ്ങൾക്ക് CJP പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. കങ്കണയുടെ ആ വിമർശനങ്ങൾക്ക് നേരെ ഇന്നത്തെ യൂത്ത് സോഷ്യൽ മീഡിയയിൽ കൃത്യമായ രീതിയിൽ മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കങ്കണ പറഞ്ഞ വാക്കുകളെക്കുറിച്ച് നമുക്കൊന്ന് ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാം. കങ്കണ പറയുന്നത്, ഞാൻ CJPയുടെ പ്രൊട്ടസ്റ്റ് കണ്ടു. എന്തൊക്കെ തരം ഭാഷകളാണ് അവർ ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് അവരിവിടെ കാണിച്ചു കൂട്ടുന്നത്. തെരുവിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ വൃത്തികേടുകൾ, ഇതിലും പരം വൃത്തികേട് ഞാൻ എൻ്റെ കരിയറിൽ കണ്ടിട്ടില്ല. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് കങ്കണ പറഞ്ഞത്. കങ്കണ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇതുപോലുള്ള കാര്യങ്ങൾ കാണണം, എനിക്ക് സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ കുറച്ച് നാളെ ഡിജിറ്റൽ ഡീറ്റോക്സിലേക്ക് പോവാണ്, എനിക്ക് കുറച്ച് സമാധാനവും സന്തോഷവും ഒക്കെ വേണം, ഇതൊക്കെ കണ്ട് എൻ്റെ മനസ്സ് മരവിച്ച് പോയി, ഇതാണോ നമ്മുടെ യൂത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കങ്കണ അഭിപ്രായങ്ങൾ പറഞ്ഞത്. കങ്കണ നമുക്കറിയാലോ, കങ്കണ BJPക്കൊപ്പം നിന്നുകൊണ്ട് അതിൻ്റേതായ പ്രൊപ്പഗാൻഡ സിനിമകളൊക്കെ ഇറക്കി നാഷണൽ അവാർഡൊക്കെ നേടി അതനുസരിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് കങ്കണ റണാവത്ത്. കങ്കണയുടെ സിനിമാ ജീവിതവും ചരിത്രവും ഒക്കെ തന്നെ അങ്ങനെയാണ്, അത് വേറെ തർക്കങ്ങളൊന്നുമില്ല. ഇത് നല്ല നായികയായിരുന്നു ഒരു ഘട്ടത്തിൽ, പിന്നെ ബാലൻ വക്കീലിൽ സിദ്ദിഖ് പറയുന്ന പോലെ പിന്നെ ഇവിടെ എന്തൊക്കെയോ പറ്റിപ്പോയി എന്നൊക്കെ പറയുന്ന പോലെ അതായിരുന്നു കങ്കണയുടെ അവസ്ഥ. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കങ്കണയുടെ സ്വാഭാവികമായും കങ്കണ ഇപ്പോൾ MP ആണ്. അപ്പോൾ അതനുസരിച്ചുള്ള ബഹുമാനം യുവാക്കൾ കങ്കണയ്ക്ക് ഈ പരാമർശം നൽകിയതിലൂടെ കൊടുക്കും എന്നാണ് കങ്കണ വിചാരിച്ചത്. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. CJPയുടെ സ്പോക്സ് പേഴ്സണായ സൗരവ് ദാസാണ് ഇപ്പോൾ കങ്കണയ്ക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത്. സൗരവ് പറയുന്നത് MP കുറച്ചുകൂടെ മാന്യത കാണിക്കണം എന്നാണ് സൗരവിൻ്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ കങ്കണയുടെ വാക്കുകൾ BJPക്കാർ പോലും വില കൊടുക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മളതിൽ വലിയ വില ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് സൗരവ് ദാസ് കങ്കണയുടെ ഈ വാക്കുകൾക്ക് മറുപടി കൊടുത്തത്. കാരണം കങ്കണയുടെ ഈ പരാമർശം, പ്രത്യേകിച്ച് ജെൻസി കുട്ടികൾക്കെതിരെ, പെൺകുട്ടികൾക്കെതിരെ ഒരു സ്ത്രീ തന്നെ ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് കത്തി കങ്കണയ്ക്കെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നു. കങ്കണ എന്തുദ്ദേശിച്ചാണ് ഇതുപോലുള്ള വാക്കുകൾ പറയുന്നത്, പ്രത്യേകിച്ച് ഇതുപോലൊരു പ്രൊട്ടസ്റ്റിനെ ജനറേഷൻ ഗട്ടർ എന്നാണ് ജെൻസി കുട്ടികളെ പറഞ്ഞത്. അവരെ വൃത്തികേട് കാണിക്കുന്നവർ, വൃത്തികെട്ടവളുമാർ എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങളൊക്കെ കങ്കണ ഉപയോഗിക്കുകയും ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സൗരവിൻ്റെ ഈ മറുപടി. അപ്പോൾ കങ്കണ എന്ത് ചെയ്തു, കങ്കണ സൗരവിൻ്റെ മറുപടിക്ക് മറ്റൊരു മറുപടി കൊടുത്തു. അത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് കങ്കണ പോസ്റ്റ് ചെയ്തത്. ഒരു നെട്ടുനീളം പാരഗ്രാഫാണ്, നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാം. സൗരവിൻ്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് കങ്കണ പറയുന്നത്, ഇയാൾ CJPയുടെ സ്പോക്സ് പേഴ്സൺ സൗരവ് ദാസാണെന്ന് മനസ്സിലാക്കുന്നു. ഇയാളെപ്പറ്റി ഗൂഗിൾ ചെയ്തപ്പോഴേക്കും ഇയാൾക്ക് 28 വയസ്സ് പ്രായമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാളുടെ ഈ 28ാമത്തെ വയസ്സിൽ എനിക്ക് 2 നാഷണൽ അവാർഡ് എൻ്റെ കൈപ്പിടിയിലുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് പോയി പണിയെടുത്ത് ജീവിക്കൂ, കുറച്ച് സ്കില്ല് നേടൂ എന്നാണ് CJP സ്പോക്സ് പേഴ്സണായ സൗരവ് ദാസിനോട് കങ്കണ റണാവത്തിൻ്റെ ഒരു ഉപദേശം എന്ന രീതിയിൽ പറയാം. ഹെഡ് വെയ്റ്റ് വേറെ ഒന്നുമില്ല, ഇത് 28ാമത്തെ വയസ്സിൽ എനിക്ക് 2 നാഷണൽ അവാർഡ് ഉണ്ട്, നിങ്ങൾ ആരാണ് എന്നെ വിമർശിക്കാൻ എന്നതാണ് കങ്കണ റണാവത്തിൻ്റെ വാക്കുകൾ. ഈ 2 നാഷണൽ അവാർഡ് കിട്ടിയ വഴികൾ സ്വാഭാവികമായിട്ടും പലർക്കും അറിയാം. ഈ 2 നാഷണൽ അവാർഡ് കിട്ടുന്നത് എങ്ങനെയാണ്, നമ്മൾ സിനിമയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പൊളിറ്റിസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട അവരോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള സിനിമകൾ ചെയ്യുക, ആ സിനിമയുടെ കഥാപാത്രത്തിലൂടെ തന്നെ മികച്ച നടിക്കുള്ള അവാർഡുകൾ നേടിയെടുക്കുക എന്നതാണ് കങ്കണ റണാവത്ത് ചെയ്തിട്ടുള്ളത്. അതിപ്പോഴും പൊളിറ്റിക്കലാണെന്ന് വിശ്വസിക്കുന്ന സോഷ്യൽ മീഡിയ ആളുകളുണ്ട്. സാധാരണയായി നമ്മൾ കങ്കണയുടെ പെർഫോമൻസ് വെച്ച് വിലയിരുത്തുമ്പോഴേക്കും അതിന് നാഷണൽ അവാർഡ് കിട്ടാനുള്ളതുണ്ടോ എന്നുള്ള ചോദ്യങ്ങളും സ്വാഭാവികമായിട്ട് നിൽക്കുകയാണ്. ഐ റിപ്പീറ്റ്, പഴയ കങ്കണ റണാവത്തിൻ്റെ അഭിനയത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ കങ്കണ റണാവത്തിൻ്റെ ഈ അവാർഡ് കിട്ടിയ സിനിമകളായിക്കോട്ടെ, അതൊക്കെ തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രേക്ഷകർക്ക് മനസ്സിലാവും ഞാൻ എന്തായാലും പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിനിപ്പോഴും പൊളിറ്റിസൈസ് ചെയ്തുകൊണ്ടാണ് ആ അവാർഡുകൾ കിട്ടിയെന്നുള്ള കാര്യങ്ങൾ വരെ ഇപ്പോൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ അവാർഡ് തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും ഈ ഹെഡ് വെയ്റ്റ് പരിപാടി ഉണ്ടല്ലോ, അതായത് ഈ 28ാമത്തെ വയസ്സ് നിങ്ങൾ എന്ത് നേടി എന്നുള്ളതാണ് ചോദ്യം, സൗരവ് ദാസിനോടുള്ള ചോദ്യമെങ്കിൽ കങ്കണ റണാവത്തിനുള്ള മറുപടി, ഇത്രയും ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ അവരുടെ സ്വപ്നങ്ങൾ തുലാസിൽ നിന്ന സമയത്ത് അവർക്ക് വേണ്ടി സംസാരിക്കാനും പോരാടാനും തെരുവിലിറങ്ങാനും അവർക്ക് വേണ്ടി ശബ്ദമുയർത്താനും അതിനനുസരിച്ച് ഗവൺമെൻറ്റിനോട് സംസാരിക്കാനും അതിന് കൃത്യമായൊരു തീർപ്പുണ്ടാക്കാനും ആ ആവശ്യങ്ങൾക്ക് എന്താണെന്നനുസരിച്ചുള്ള മറുപടി കൊടുക്കാനും അതിന് കൃത്യമായ സൊല്യൂഷൻ കണ്ടെത്താനും CJPയുടെ സ്പോക്സ് പേഴ്സണായ സൗരവ് ദാസിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഇന്ത്യൻ ജനതയുടെ ഒരു ഫേസ് ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് കങ്കണയോട് താഴ്മയായി പറയട്ടെ. 28ാമത്തെ വയസ്സിൽ കങ്കണ 2 നാഷണൽ അവാർഡ് നേടിയിട്ടുണ്ടെങ്കിൽ കങ്കണയ്ക്ക് കൊള്ളാം, കങ്കണയുടെ വീട്ടുകാർക്ക് കൊള്ളാം, കങ്കണയുടെ കരിയറിന് കൊള്ളാം. പക്ഷേ സൗരവ് ദാസ് മുന്നോട്ട് വന്നത് ലക്ഷക്കണക്കിന് വരുന്ന കോടിക്കണക്കിന് വരുന്ന യുവാക്കളുടെ സ്വപ്നത്തിന് തിരിതെളിയിച്ചുകൊണ്ടാണ്, അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകിക്കൊണ്ടാണ്, അവരുടെ കഠിന പ്രയത്നത്തിനും കഷ്ടപ്പാടിനും ഫലമുണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ടാണ്. അതൊരു പ്രതീക്ഷയാണ്.
ആ പ്രതീക്ഷയുടെ വിളക്കായി തന്നെയാണ് സൗരവ് ദാസിനെ പോലുള്ളവർ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ സൗരവ് എന്ത് ചെയ്യുന്നു, സൗരവിന് തൊഴിൽ ചെയ്തൂടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനനുസരിച്ചുള്ളൊരു മറുപടി അല്ലാതെ വേറൊന്നും കങ്കണയ്ക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഈ രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ വലിയ തർക്കത്തിൽ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ട് കങ്കണയുടെ വാക്കും പഴയ ചാക്കും എന്ന രീതിയിലേക്ക് സോഷ്യൽ മീഡിയ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കങ്കണയ്ക്ക് വില കൊടുക്കുന്നില്ല എന്ന് BJP ഗവൺമെൻറ് പോലും വില കൊടുക്കുന്നില്ല എന്ന് സൗരവ് ദാസ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് കങ്കണയ്ക്കൊരു വിമർശനമുണ്ടാവും. അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ മെയിൻ കോർ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ വ്യക്തിഹത്യ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതും പറയാതിരിക്കാൻ വയ്യ. എന്ത് തന്നെയായാലും കങ്കണയുടെ വിമർശനം ഒരു തരത്തിൽ അതിര് കടന്നു പോയി എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. കങ്കണയുടെ വാക്കുകൾ ഏറ്റുപിടിച്ചുകൊണ്ട് മറ്റ് BJP നേതാക്കളൊന്നും തന്നെ രംഗത്തെത്തിയിട്ടുമില്ല. ഈ പശ്ചാത്തലത്തിലാണ് കങ്കണയുടെ വാക്കുകളെ കൃത്യമായി തന്നെ സോഷ്യൽ മീഡിയ ഇങ്ങനെ ഡൈസെക്ട് ചെയ്തുകൊണ്ട് അവരെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്യുന്നത്. ഇതിന് മറുപടിയായിട്ട് കങ്കണ പറയുന്നത് സൗരവ് ദാസിനോട് പോയി ജോലി എടുക്കൂ, പോയി പണിയെടുക്കൂ, എന്തെങ്കിലും സ്കില്ല് കണ്ടെത്തൂ എന്ന രീതിയിലാണ്. പക്ഷേ ഇതൊരു വ്യക്തിഹത്യ രീതിയിലേക്ക് മാറുന്നത് ഒഴിച്ചു നിർത്തിയാൽ പൊളിറ്റിക്കലായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വരാത്തിടത്തോളം കാലം ഇതിനകത്ത് പിന്നീട് നമ്മൾ വേറെ തർക്കിച്ചിട്ടോ കാര്യങ്ങൾക്കോ ഒന്നും സ്ഥാനമില്ല. കങ്കണയുടെ വാക്കുകൾ നിങ്ങളെങ്ങനെ വിലയിരുത്തുന്നു എന്ന് പറയുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.